ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ഓരോ സന്ദർഭത്തിലും എന്താണ് കർത്തവ്യമെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള താല്പര്യം ഉണ്ടായില്ല. എന്താണ് ധർമ്മം എന്ന് തിരിച്ചറിയാൻ പോലും തയ്യാറായില്ല. ആ തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് പ്രതികൂലമായത് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കും. ശ്രവണമനനങ്ങളെക്കൊണ്ട് തത്വവിചാരമുണ്ടായില്ല. എന്നിരിക്കെ ധ്യാനത്തെക്കുറിച്ച് എന്ത് പറയാൻ? മനുഷ്യജീവിതത്തെ ശ്രേയസ്കരമാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തില്ലെന്ന് ഓർക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ കർത്തവ്യങ്ങൾ ചെയ്യാത്തതിനെക്കുറിച്ച്, യഥാസമയം ചെയ്യാത്തതിനെക്കുറിച്ച് പരിതപിക്കുകയാണ്. പ്രതിപദഗഹനവും പ്രത്യവായം നിറഞ്ഞതും. പ്രതിപദഗഹനം എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഓരോ കാൽവെപ്പിലും ചെയ്യാൻ വളരെ പ്രയാസകരമായത്. തെറ്റിയാലോ പ്രത്യവായമുണ്ടാകുന്നത്, പാപമുണ്ടാകുന്നത്. അങ്ങനെയുള്ള സ്മാർത്ത കർമ്മങ്ങളെ ഞാൻ ചെയ്തില്ല. വേദത്തിനനുസൃതമായി ദ്വിജന്മാരാൽ ചെയ്യപ്പെടേണ്ടുന്ന ശ്രൗതകർമ്മങ്ങളെക്കുറിച്ച് എന്തു പറയാനാ? ഒട്ടും ചെയ്തില്ല. പിന്നെയോ നാസ്താധർമ്മേ വിചാര ശ്രവണമനനയോഃ കിം നിദിധ്യാസിതവ്യം. നാസ്ഥാധർമ്മേ വിചാരഃ ധർമ്മേ ന ആസ്ഥാ. ധർമ്മത്തെക്കുറിച്ച് ഒരു താത്പര്യവും ഉണ്ടായില്ല. ധർമ്മമെന്ന് പറയുമ്പോൾ അവശ്യം ധരിക്കേണ്ടതാണ്. ധർമ്മശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നതാണ് ധർമ്മം. പ്രപഞ്ചമഖിലവും ഒരണുകണം മുതലെടുത്താൽ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുന്നത് എന്തോ അതാകുന്നു ധർമ്മം. പ്രപഞ്ച താളമാണ് ധർമ്മം എന്ന് പറയാം. അപ്പം അതിനെ മനസ്സിലാക്കി ആ താളത്തിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ധാർമ്മിക ജീവിതം. അപ്പം ധാർമ്മിക ജീവിതത്തിൻ്റെ മൂലം എന്താണ് ധർമ്മമെന്നറിയാനുള്ള, ഓരോ സന്ദർഭത്തിലും എന്താണ് എൻ്റെ കർത്തവ്യം എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള താത്പര്യമാണ്. ആ താത്പര്യം ഉണ്ടായില്ലല്ലോ. എന്താണ് ധർമ്മമെന്ന് തിരിച്ചറിയാൻ പോലും പരിശ്രമിച്ചില്ല ഞാൻ. ആ തിരിച്ചറിവുണ്ടെങ്കിൽ തനിക്ക് പ്രതികൂലമായത് മറ്റൊരാളോടും ചെയ്യാതെ നമ്മൾ കഴിയും. ആ തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മുടെ സുഖത്തിനായി കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തൻ്റെ സഹജീവികൾക്ക് സുഖവും ക്ഷേമവും ഉണ്ടാകാൻ പരിശ്രമിക്കും. അതൊന്നും ചെയ്തില്ലല്ലോ. നാസ്ഥാധർമ്മേ. പിന്നെ ശ്രവണമനനയോഃ വിചാരഃ. ശ്രവണമനനങ്ങളുടെ വിചാരമേ ഉണ്ടായില്ല. ന വിചാരഃ ശ്രവണമനനയോഃ. ശ്രവണമനനങ്ങളിലൂടെ, ശ്രവണമനനങ്ങളെക്കൊണ്ട് തത്വവിചാരം ഉണ്ടായില്ല. ഗുരുനാഥനിൽ നിന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതാണ് ശ്രവണം. അങ്ങനെ കേട്ട തത്വങ്ങളെ യുക്തിപൂർവം വിചാരം ചെയ്യുന്നതാണ് മനനം. അങ്ങനെ മനനം ചെയ്യുമ്പോൾ ഒട്ടനവധി ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ശ്രവണം ചെയ്ത് തന്നെ മറുപടി നേടണം. അപ്പോൾ ശ്രവണ മനനങ്ങളെ തുടരുമ്പോൾ തീർച്ചയായിട്ടും തത്വവിചാരം സാധിക്കും.
ക്രമേണ ചോദ്യങ്ങളും സംശയങ്ങളും കുറഞ്ഞ് ഏകമായ തത്വത്തിൽ മനസ്സുറയ്ക്കും. ഇതുണ്ടായില്ല ജീവിതത്തിൽ. അതാണ് ശ്രവണമനനയോഹോ വിചാരഃ ന. ശ്രവണമനനങ്ങളിലൂടെയുള്ള വിചാരം യഥാസമയം ഉണ്ടായില്ല. കിം നിധിധ്യാസിതവ്യം എന്നിരിക്കെ ധ്യാനത്തെക്കുറിച്ച് എന്ത് പറയാൻ? നിധിധ്യാസിതവ്യം, നിധിധ്യാസം എന്ന് പറഞ്ഞാൽ ശ്രവണമനനങ്ങളിലൂടെ സംശയങ്ങളെല്ലാം നീങ്ങിയ അന്ധക്കരണത്തിൻ്റെ ഏകതത്വത്തിലുള്ള ഉറച്ചിരിപ്പിനാണ് നമ്മൾ നിധിധ്യാസം എന്ന് പറയുന്നത്. ധ്യാനം അവിടെ ഏകമായ തത്വത്തിൽ ഉറച്ചിരിക്കുന്നു മനസ്സും ബുദ്ധിയും. ആ അവസ്ഥയെ നമുക്ക് നേടാൻ കഴിയുന്നത് നിസ്സംശയം പറയാം ശ്രവണമനനങ്ങളിലൂടെയാണ്. അപ്പോൾ ശ്രവണമനനങ്ങളെ ഉണ്ടായില്ല എങ്കിൽ പിന്നെ നിധിധ്യാസം എവിടുന്ന് ഉണ്ടാവാൻ, എവിടുന്ന് ധ്യാനിക്കാൻ? അതാണ് പറയുന്നത് കിം നിധിധ്യാസിതവ്യം. നിധിധ്യാസം ചെയ്യപ്പെടേണ്ടത് എന്ത്? താത്പര്യം നിധിധ്യാസം ചെയ്യപ്പെടേണ്ടുന്നതായ വസ്തുവെക്കുറിച്ചുള്ള അവബോധം തന്നെ ഇല്ല, ശ്രവണമനനങ്ങളില്ലാത്തത് കൊണ്ട്. ഇങ്ങനെ ചിന്തിച്ചാൽ മനുഷ്യജീവിതത്തെ ശ്രേയസ്കരമാക്കുന്നതിനായുള്ള ഒരു പദ്ധതിയിലും താൻ പ്രവർത്തിച്ചില്ല. അതാണ് ആദ്യം സ്മാർത്ഥകർമ്മത്തിൽ പ്രവൃത്തി ഉണ്ടായില്ല, രണ്ടാമതായിട്ട് പറഞ്ഞു ശ്രൗതകർമ്മങ്ങളിൽ പ്രവൃത്തി ഉണ്ടായില്ല, പിന്നീട് ധർമ്മമാർഗത്തിൽ താത്പര്യമേ ഉണ്ടായില്ല, തത്വനിർണയത്തിനായിക്കൊണ്ടുള്ള ശ്രവണമനനങ്ങളിലൂടെ വിചാരം പ്രാപിച്ചില്ല. ആ വകയെ ജീവിതത്തിൽ അനുഷ്ഠിക്കാത്തപ്പോൾ പിന്നെ എന്ത് ധ്യാനം എന്നുള്ള അവസ്ഥ ഒട്ടുമില്ല. അപ്പോൾ ശ്രവണമനന നിധ്യാസങ്ങളില്ല, ധർമാചരണമില്ല, ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളില്ല. ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും പരം നിശ്രേയസത്തിനും മാർഗമൊരുക്കുന്ന ഒരു സാധനാക്രമത്തിലും പ്രവർത്തിച്ചില്ല, ജീവിത ക്രമീകരണങ്ങൾ ചെയ്തില്ല. ഇത് വാർദ്ധക്യത്തിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കി ഖേദിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാനൊക്കും? ഇനി ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ലാതെ എനിക്ക്. പിന്നെ ആകെ ചെയ്യാവുന്നതൊരു പ്രാർത്ഥന മാത്രമാണ്. ക്ഷന്തവ്യോ മേ പരാധ, എൻ്റെ അപരാധം ക്ഷമിക്കപ്പെടേണ്ടതാണേ. ശിവ 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 ഭോ ഭോ, ഭഗവാനെ ശ്രീ മഹാദേവ ശംഭോ എന്ന് അപരാധ ക്ഷമ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.